ഭാരതത്തിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 45ആയി. തെലങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ദുരന്തത്തിനിരയായവരിൽ ഭൂരിഭാഗവും. ഇടിയുടെ ആഘാതത്തിൽ ബസ് കത്തിയമർന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപകടത്തിൽ അനുശോചിച്ചു. ഷിൻ സെബാസ്റ്റ്യന്റെ റിപ്പോർട്ട്. മക്കയിൽ ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി മദീനയിലേക്ക് മടങ്ങിയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മദീനയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ മുഫൽഖത്ത് എന്ന സ്ഥലത്ത് വെച്ച് ഞായറാഴ്ച രാത്രി പ്രാദേശിക സമയം 11 മണിക്കാണ് ബസ് എണ്ണ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീ പിടിച്ചത്. ഡ്രൈവർ അടക്കം 46 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശിയായ 24-കാരൻ മുഹമ്മദ് അബ്ദുൽ ഷുഹൈബ് മാത്രമാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം സൗദി ജർമ്മൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകട സമയത്ത് യാത്രക്കാരിൽ പലരും ഉറക്കത്തിലായിരുന്നു എന്നതാണ് മരണസംഖ്യ ഇത്രയധികം ഉയരാൻ കാരണമായതെന്നാണ് സൂചന. നവംബർ 9-ന് ഹൈദരാബാദിൽ നിന്ന് യാത്ര തിരിച്ച 54-അംഗ സംഘത്തിൽ 46 പേരാണ് അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്നത്. ദാരുണമായ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും റിയാദിലെ ഇന്ത്യൻ എംബസിയുമായും ജിദ്ദയിലെ കോൺസുലേറ്റുമായും സൗദി അധികൃതരുമായും അടുത്ത് ബന്ധം പുലർത്തുന്നുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സഹായങ്ങൾക്ക് വിവരങ്ങൾ അന്വേഷിക്കാനുമായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. മൃതദേഹങ്ങൾ തിരിച്ചറിയാനാത്ത വിധം കത്തി നശിച്ചതിനാൽ DNA ടെസ്റ്റ് അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് അന്വേഷണങ്ങൾക്ക് ശേഷമേ ഔദ്യോഗികമായി അപകട കാരണങ്ങളും മറ്റ് വിശദാംശങ്ങളും പുറത്തു വരികയുള്ളൂ. ബസ്സിലുണ്ടായിരുന്ന കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന പേര് വിവരങ്ങൾ തെലങ്കാന സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. റിയാദിൽ ഇന്ത്യൻ എംബസിയുമായും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്ന് തെലങ്കാന സർക്കാർ സ്ഥിരീകരിച്ചു. അതേസമയം എംബസി അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ന്യൂഡൽഹിയിലെ തെലങ്കാന ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ ഉദ്യോഗസ്ഥ സംഘങ്ങളെ അയക്കുന്നതിനും മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും ഇത്രയും വലിയ ദാരുണമായ അപകടത്തിന് ശേഷം അതിന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും മറ്റു സഹായങ്ങൾക്കും കേന്ദ്ര സർക്കാരും തെലങ്കാന സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.